Hello, this is architect Biju speaking. ഹലോ ബിജുവേ, ഞാനടാ സിബിയ. Sibio, which is Sibi? വിറ്റ് സിബി അല്ലടാ, നത്ത് സിബി, നിന്റെ കൂടെ പത്തി പഠിച്ച സിബി. എന്താ കാര്യം? എടാ എന്റെ മോൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്, നീ അവനൊരു ജോലി അങ്ങ് കൊടുത്തേ. ലുക്ക് മിസ്റ്റർ സിബി, ഇതൊരു മൾട്ടിനാഷണൽ കമ്പനി ആയിട്ട് ഞാൻ വളർത്തിക്കൊണ്ടുവരുവാണ്. ഇവിടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ച് ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, മനസ്സിലായോ? എടാ നമ്മൾ തമ്മിൽ ഈ ഫോർമാലിറ്റീസ് ഒക്കെ ആവശ്യമുണ്ടോടാ? അവൻ നമ്മുടെ പയ്യനല്ലേ, നല്ല സ്കില്ലുള്ളവനാ. നമ്മുടെ അല്ല, തന്റെ. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. പിന്നെ എന്റെ പിള്ളേര് പോലും എന്റെ ഈ സ്വന്തം കമ്പനി കഴിഞ്ഞിട്ടേ ഉള്ളൂ. എടാ ബിജുവേ, നമ്മള് പണ്ട് കുളക്കടവിലൊക്കെ കാണിച്ചു വിട്ടിയ പരിപാടിയൊക്കെ നിനക്ക് ഓർമ്മയില്ലേ? അന്ന് നീ ഇനം പണ്ടത്തെ പഴംപുരാണത്തിന്റെ കെട്ടുവിളമ്പി എന്നെ നൊസ്റ്റാൾജിക് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ നോക്കണ്ട. തന്റെ ഓന്റെ കടപ്പാടിന് വേണ്ടിട്ട് ഞാൻ വേണമെങ്കിൽ അവനൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കാം. ബാക്കിയില്ല അവന്റെ കഴിവ് പോലെ. മതി മതി, ബാക്കിയൊന്നും നോക്കിക്കോളും. ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. ഹായ് ബിജു മാമ, ഞാനാ സിനിമോൻ. മാമനാ? കോൾ മീ സാർ. ഓക്കെ, പ്രസന്റ് സാർ. വേർ ഇസ് യുവർ സിവി? സിബി ചാച്ചൻ അവിടെ ഉണ്ട്. ഈ ഇടയ്ക്ക് മൂലക്കുരുവിന് നല്ല ഷോക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നേ. എടോ, തന്റെ സിവി എന്തെന്ന് റിസ്യൂം. അത് മാമൻ, സോറി സാർ, ഫോൺ നമ്പർ ഒന്നും. എന്തിനാ? ഞാൻ സിവി വാട്സപ്പിലേക്കാ. ഇവിടെ ഒരു സിവി പോലും എടുക്കാനാണ് താൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നേക്കണത്. ചാച്ചൻ വിളിച്ചില്ലേ? അവന്റെ ഒരു ചാച്ചൻ. ചാച്ചൻ പണ്ടത്തെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. സിനിമോനെ, ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വരുമ്പോഴത്തേനും മിനിമം നമ്മുടെ കഴിവ് തെളിയിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു രേഖ കൊണ്ടുവന്നാലല്ലേ എന്നെ പോലുള്ള മാന്യന്മാർക്ക് അത് കണ്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഉണ്ട് സാർ, രേഖ ഉണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പ്ലാൻ ഉണ്ട്. മാമനി പുറത്താണികളെ ചൂടൊക്കെ ഉള്ളതെന്ന് ചാച്ചൻ പറഞ്ഞായിരുന്നു. അകത്ത് ഫുള്ള് പാവണെന്ന് അറിയാം. പറയാറുണ്ടല്ലേ? തനി ഏത് യൂണിവേഴ്സിറ്റിന്ന് പാസ് ഔട്ട് ആയെന്ന് പറഞ്ഞ്? ജഗുണ്ട ജഗുപതി യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ്. തോന്നി. 3 റൂമുള്ള ഒരു വീടിന് 4 കക്കൂസ് വരച്ചപ്പോഴേ തോന്നി ലോകത്തില്ലാത്ത ഏതൊരു യൂണിവേഴ്സിറ്റിന്നാ പാസ് ഔട്ട് ആയെന്ന്. ഏത് വർഷം പാസ് ഔട്ട് ആയത്? അതായത് 2028. അതിപ്പോ 2025 അതെനിക്കൊരു 40 സപ്ലി ഉണ്ട്. അപ്പൊ ചാച്ചൻ പറഞ്ഞ 2-3 വർഷം കൊണ്ട് പയ്യെ പഠിച്ചെഴുതി എടുത്താൽ മതി എന്ന് പറഞ്ഞേക്കണേ. എടോ, ഇതെന്റെ മോളല്ലേ? നല്ല ചാരി ഉണ്ടല്ലേ? അതിന് മാമന് പോലെ നീ എന്ത് കൈവശം കൊടുത്തിട്ടാണ് അവളെ വളച്ചത്? ഞാൻ വളച്ചൊന്നുമല്ല, അവളെന്റെ സ്കില്ല് കണ്ടിട്ട് വളഞ്ഞു. എടോ, ഡിഗ്രി പോലും പാസ് ഔട്ട് ആകാത്ത നീ എന്ത് കഴിവ് കാണിച്ചിട്ടാണ് അവളെ വളച്ചത്? നോക്കി മിസ് എത്ര എടോ പട്ടി.